മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്ന ലക്ഷ്മിയമ്മയുടെ വീടാണ് കേട്ടോ. ലക്ഷ്മിയമ്മ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തേക്ക് കാർത്തി അങ്ങോട്ട് ഒരു കപ്പ് ചായയായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയമ്മ കാർത്തിയോട് പറയുകയാണ്, അതെ ഈ പ്രാവശ്യം നല്ല സെയിലുണ്ട് നമ്മുടെ കാർത്തിയ ഫുഡ്സിന്, ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ കാർത്തിയെ ചിരിച്ചിട്ട് പറയുകയാണേ, അത് വേറൊന്നുമല്ല, ഗംഗപ്രസാദ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ചെയ്ത ഒരു മാസത്തെ വർക്കാണ്, അതുകൊണ്ടാണ് ഇത്രയും നല്ല ബിസിനസ് കിട്ടിയെന്ന് പറയുകയാണ്. അപ്പം ലക്ഷ്മിയമ്മ പറയുകയാണ്, അവനിന് തിരിച്ചു വരില്ലായിരിക്കുമല്ലേ, അങ്ങനെ പ്രതീക്ഷിക്കാല്ലേ എന്ന് പറയുവാണ്. കല്യാണിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നതാണ് പറയുന്നത്. അപ്പോൾ കാർത്തിക പറയുക, ശരിയാണ്, കല്യാണിയുടെ സ്വപ്നങ്ങളൊക്കെ ഫലിക്കുമെന്ന് എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ കിരൺ ആണെങ്കിൽ അവൻ മരിച്ചു കിടക്കണോട്ട് കണ്ടിട്ടുമില്ല, എന്താല്ല ചെയ്യാമെന്നിങ്ങനെ പറയണം അമ്മയും മോളും കൂടെ. നിങ്ങൾ മക്കളുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് അച്ഛൻ മല ചവിട്ടുന്നത്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവണ്ടേന്ന് ചോദിക്കുക. അപ്പോൾ കാർത്തിക പറയാം, പിന്നെ പോവണ്ടേ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവാണേ. അപ്പോൾ കാർത്തിക പറയാം, 3 തവണ അറ്റാക്ക് വന്ന ആളെ എങ്ങനെ മലച്ചവിട്ടി പോകുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മിയമ്മ പറയുക, കല്യാണിയും കിരണൊക്കെ പറഞ്ഞ ട്രോളിയിൽ പോകണമെന്നാണ്. അപ്പോൾ കാർത്തിക പറയാം, പിന്നെ അതൊക്കെ കേട്ട് തന്നെ അച്ഛൻ മല ചവിട്ടി തന്നെ കയറുള്ളൂ എന്ന് പറയുക. കല്യാണിയുടെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ അങ്ങനെ ജീവിച്ചിരിക്കണമെന്ന് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് കാർത്തിക പറയുവാണ്. എൻ്റെ കല്യാണം കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ ഈ ദിവസങ്ങളൊക്കെ എണ്ണി തള്ളി നിൽക്കുന്ന, അല്ലെങ്കിൽ അച്ഛനത്ര വലിയ താല്പര്യമൊന്നുമില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് പറയുകയാണ് കാർത്തിക. ലക്ഷ്മിയമ്മ പറയും, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ കാർത്തിക പറയാമല്ലോ, നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കണം എന്തിനാണെന്ന് എനിക്കറിയില്ല, കാരണം നമ്മുടെ ശത്രുക്കളൊന്നും ഇപ്പം ഇല്ല എന്ന് കാർത്തിക പറയുവാണ്. ഒത്തിരി കാലമായിട്ട് നമ്മളെ ഗംഗപ്രസാദ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സൊക്കെ വളരെ മോശമായിരുന്നു. ഇപ്പം ഗംഗപ്രസാദ് ഇല്ല, അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്ന് കാർത്തിക പറയുവാണ്. അച്ഛന് കൂടെ അമ്മ 1.5 കൊല്ലത്തോളം ജീവിച്ചിട്ടുള്ളൂ, ഇപ്പം കല്യാണിയുടെ അമ്മയില്ല. അപ്പോൾ അച്ഛൻ്റെ കൂട്ടായിട്ട് അമ്മ എന്തോ ഉണ്ടാവണ്ടേ, എല്ലാവരും കൂടി സന്തോഷമായിട്ട് ജീവിക്കണ്ടേ, അതല്ലേ അമ്മ വേണ്ടേ. ശരി മോളെ, പെട്ടെന്ന് റെഡിയാവും, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയും കാർത്തിയും കൂടി പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. കാർത്തിക കപ്പൊക്കെ എടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കണേ, ദൈവമേ ആ ദുഷ്ടനെ കൊണ്ട് ആർക്കും ഒരു ആപത്തും വരുത്തല്ലേ, ഗംഗാപ്രസാദിന് തിരിച്ചു വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. പിന്നീട് കാടാണ് കേട്ടോ കടിക്കുന്നത്. 2 പോലീസുകാർ ഫോറസ്റ്റുകാരാണ്. അവരെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വേലുവിനെ കാണും. വേലു എന്ത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേലു, നീ എന്നോട് 2-3 പ്രാവശ്യം വന്ന് ചോദിച്ച സമയത്തൊക്കെ നീ പറഞ്ഞെന്താ, ആരും വന്നിട്ടില്ല എന്നല്ലേ. അപ്പോൾ വേലു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ദൈവമേ ഇവരറിഞ്ഞോ, അവിടെ ആരെങ്കിലും വന്നാടാന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഏമാനെ എന്ന് പറയുന്നുണ്ട്. ഈ കാട്ടിൽ ആരെങ്കിലും പരിചയമില്ലാത്തവരെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഏമാനെ എന്ന് പറയുവാണ് നമ്മുടെ വേലു. എടാ വേലു, കള്ളം പറയണ്ട കേട്ടോ, ഈ കാടിനകത്ത് ആരും കയറി കൂടിയിട്ടുണ്ടെന്ന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നതെന്ന് പറയുവാണ്. ഉപ്പനെ പണത്തിനോട് ആർത്തിയില്ലായിരുന്നു, ഇനി അങ്ങനെ ആരെങ്കിലും കൊണ്ടൊന്ന് ഒളിപ്പിച്ച് കാശ് കിട്ടിയപ്പോൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാമൻ അങ്ങനെ അല്ലേ മാനെന്ന് പറയുവാണേ. പോലീസുകാരൻ പറയാം, അതെ ആരെങ്കിലുമൊക്കെ നിങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അവന്മാരെ കത്തിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ അങ്ങ് കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങ് പോവുകയാണേ. അവൻ്റെ കാര്യം പറയാനും പറയാതിരിക്കാനും വയ്യാത്ത അവസ്ഥയായല്ലോ എന്നൊക്കെ ഇങ്ങനെ വേലു മനസ്സിൽ ചിന്തിക്കുവാണ് കേട്ടോ. ഒരു രണ്ടംകെട്ട അവസ്ഥയെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. അപ്പം മൂപ്പൻ്റെ മകൾ അമലു തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ ഗംഗാപ്രസാദിൻ്റെ ശരീരമൊക്കെ. അപ്പോൾ അവൾ ചോദിക്കും, മുമ്പൊക്കെ തടവും ഭയങ്കര വേദനയായിരുന്നല്ലോ, ഇപ്പോൾ വേദനയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ച് അവൾ ചിരിക്കുവാണേ. സമയത്തേക്ക് വേലു അങ്ങ് വരുവാണ്. വേലു ആ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് കാണും കേട്ടോ. അവൾ നമ്മുടെ ഗംഗാപ്രസാദിൻ്റെ കൈ ഇങ്ങനെ തടവി കൊടുക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ വേലു അകത്തേക്ക് വന്നിട്ട്, അമലു ഇത് ഞാൻ ചെയ്യൂലേ, നീ തടവണ്ട. ഇയാൾ തടവുന്നത് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ല അസുഖം മാറ്റാൻ വേണ്ടിയിട്ടല്ലല്ലോ എന്ന് അമലു ചോദിക്കുവാണ്. ഗംഗപ്രസാദ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുവാണ്. അപ്പോൾ വേലു ചോദിക്കല്ലേ, വേദനയൊക്കെ കുറഞ്ഞില്ലേ? അപ്പം അമല പറയാം, ആ വേദനയൊക്കെ കുറഞ്ഞ് ഇപ്പോൾ തടവുമ്പോൾ നല്ല ആശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വേലു പറയാം, ആശ്വാസമൊക്കെ കിട്ടും, എവിടുന്നോ വലിഞ്ഞു കയറി വന്നവന് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്, എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും അമലുവിന് എത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വേലു പറയുന്നത്. അപ്പോൾ വേലു പറയാം, വലിഞ്ഞു കയറി വന്നതല്ലേ, എന്നിട്ട് എന്തെല്ലാം കിട്ടുന്നതെന്നൊക്കെ പറയുമ്പോൾ അമലു പറയും, ഇയാളും വലിഞ്ഞു കയറി വന്നതാ, എന്നിട്ട് എൻ്റെ അച്ഛനമ്മമാർ തന്നെ സ്നേഹിച്ചില്ല, വളർത്തി ഇത്രയും വലുതാക്കിയത് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് അമലു വേലുവിനോട് പറയുവാണേ. വേലും അമലും കൂടി ഇങ്ങനെ വാക്ക് തർക്കം ഉണ്ടായിട്ട് അവനങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അമലു വിനായകനോട് പറയുകയാണ്, ഗംഗാപ്രസാദിനോട് പറയുകയാണ്, ആ മണ്ടൻ മരണമൊന്നും കേൾക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വേലു പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയും, എടി ഞാൻ മണ്ടനാകുന്നതല്ല, നിന്നെ അവൻ മണ്ടനാക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പുറത്ത് മൂപ്പന് ഭാര്യ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വേലു അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അതേ ഫോറസ്റ്റുകാർ തിരക്കായിരുന്നു, ഊരിൽ വല്ല പന്നിയും ഇറങ്ങിയോന്ന്. അപ്പോൾ വേലു പറയും, അല്ല പന്നിയെ പോലെ ഇരിക്കുന്ന മനുഷ്യന്മാർ വല്ലതും ഇറങ്ങിയെന്ന് ചോദിച്ചായിരുന്നു. അപ്പം മൂപ്പൻ്റെ ഭാര്യ ചോദിക്കാമല്ലോ, നീ എന്നിട്ട് വിനയൻ കുഞ്ഞുള്ള കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ വേലു പറയും, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുക.
വേലു പറയാം അവർക്കെന്തോ സംശയമുള്ള പോലെ തോന്നുന്നു അത് പറയാം. അപ്പോൾ മൂപ്പ പറയാം ആ എന്തെങ്കിലും സംശയം തോന്നി നിൻ്റെ ഭാവം കണ്ടിട്ട് നിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ നീ പിന്നെ ഈ ഊരിന് പുറത്താണ് കേട്ടോ എന്ന് വേലുവിനോട് മൂപ്പൻ പറയുവാണ്. എന്ന് മാത്രമല്ല നിനക്ക് എൻ്റെ മോളെ ഞാൻ തരത്തുമില്ല, അത് കിട്ടത്തുമില്ല എന്ന് പറയുവാണ്. അപ്പം മൂപ്പൻ്റെ ഭാര്യ പറയുക ചതിയന്മാരോട് മലദൈവങ്ങൾ പൊറുക്കില്ല വേലു എന്ന് പറയുമ്പോൾ വേലും തിരിച്ചു പറയുക അത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ചതിയന്മാരോട് മലദൈവങ്ങൾ പൊറുക്കില്ല എന്ന്. എന്നിട്ട് വേലു അങ്ങ് പോവുക കേട്ടോ. ഇവരുമായിട്ടും തർക്കമായി അങ്ങ് വേലു പോവുകയാണ്. അപ്പോൾ വേലു പോയതിന് ശേഷം മൂപ്പൻ്റെ ഭാര്യ പറയണേ അതെ ഇവിടുന്ന് പറയുന്നതിൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്നുണ്ടെങ്കിലും മൂപ്പനോട് പറയുവാണ് പിന്നെ അമലു നല്ല അടുപ്പം കാണിക്കുന്നുണ്ട് ആ പയ്യനോടെന്ന് പറയുകയാണ് നമ്മുടെ മൂപ്പൻ്റെ ഭാര്യ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കെട്ടെന്ന് പറയാണ് കേട്ടോ. ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് രതീഷും പ്രകാശനും ഇരിക്കുവാണ്. ഒരു തിരുമേനി ഇരുന്നിട്ട് ഇതെല്ലാം പൂജകളൊക്കെ നടത്തുന്നുണ്ട്. ബൈജു ഉണ്ട്, കിരണുണ്ട്, കാദംബരി ഉണ്ട് കേട്ടോ. അപ്പോൾ തിരുമേനി ചോദിക്കണം അതെ ഗണപതിക്കുള്ള പ്രസാദത്തിലുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ കാദംബരി ഇപ്പം കൊണ്ടുവരാമെന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അകത്ത് നിന്ന് കാദംബരിയും ലക്ഷ്മിയമ്മയും കല്യാണിയും കാർത്തികയും പുറത്തേക്ക് വരുവാണ്. അതേ സ്വാമി ഇന്നാന്നും പറഞ്ഞ് അത് ഓരോന്ന് കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കിരൺ പറയണേ ഇത്തോടെ നല്ല തിരക്കുണ്ടെന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ പ്രകാശൻ പറയും അത് കുഴപ്പമില്ലടാ, എത്ര തിരക്കുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുവാണ്. ഇതിന് മുമ്പ് ഞാൻ മല ചവിട്ടിയത് എൻ്റെ പൊന്നുമോനും മൊത്തമായിരുന്നു എന്ന് പ്രകാശൻ പറയുവാണ്. കേട്ടതാക്കിയത് സ്വാമി പറയണേ അകമേയും പുറമേയും എത്ര ശുദ്ധമായിട്ട് നമ്മൾ പോയാൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് പറയുവാണ്. സ്വാമി പറയാം അയ്യപ്പസ്വാമിയുടെ കാര്യം അറിയില്ല, നമ്മൾ പമ്പയിൽ നിന്ന് കുളി കഴിഞ്ഞിട്ട് മല ചവിട്ടുമ്പോൾ നമ്മൾ നന്നായിട്ട് വിയർക്കും, കാരണം അത്രയ്ക്ക് പവറുള്ളതാണെന്നാണ് ഇങ്ങനെ സ്വാമി പറയുന്നത്. സ്വാമി പറയണേ അതെ മല ചവിട്ടുന്നവർക്ക് അതീതമായും അവരുടെ മനസ്സ് ശുദ്ധമായിരുന്നാൽ മതി, ബാക്കിയൊക്കെ അയ്യപ്പൻ നോക്കിക്കോളൂ എന്ന് പറയാം. അപ്പോൾ പ്രകാശൻ പറയും ഞാൻ പലതവണ മല ചവിട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും നല്ല ഉദ്ദേശം വെച്ചിട്ടല്ലായിരുന്നു. അപ്പോൾ സ്വാമി പറയാം അതിൻ്റെ ശിക്ഷ നിനക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ പ്രകാശം എന്ന് പറയുവാണേ. അപ്പോൾ കല്യാണി ഗുരുസ്വാമിയോട് പറയണേ ഗുരുസ്വാമി പഴയ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയണ്ട കേട്ടോ എന്ന് പറയുവാണ്. അച്ഛൻ മനസ്സറിഞ്ഞ് ഇപ്പോൾ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഗുരുസ്വാമി പറയും അത് ശരിയാ, അതിപ്പോൾ നമുക്കും അറിയാമെന്ന് പറയുവാണ്. ചെയ്ത തെറ്റിലുള്ള ഫലമൊക്കെ നമ്മുടെ പ്രകാശം അനുഭവിച്ച് കഴിഞ്ഞു എന്ന് ഗുരുസ്വാമി പറയുവാണ്. അപ്പോൾ സ്വാമി ശരണയ്യപ്പോൾ വിളിച്ചിട്ട് കെട്ടൊക്കെ നിറയ്ക്കുവാണ്, ദേ നിറയ്ക്കുന്നത് കെട്ട് നിറയ്ക്കുവാണ്, ഇതെല്ലാം ചെയ്യുവാണ്. അപ്പോൾ രതീഷിൻ്റെ അടുത്തോട്ട് വന്ന് കുനിഞ്ഞിട്ട് കിരൺ പറയാം എടാ നീ എപ്പോഴും കല്യാണിയുടെ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ രതീഷ് ഓക്കെ എന്ന് പറയുവാണ്. പ്രകാശൻ ഇങ്ങനെ വിഷമിച്ചിരിക്കട്ടെ. കല്യാണി കാർത്തികയെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിട്ട് കാർത്തികയെ വിളിക്കുക അച്ഛ ഇപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊന്നും മനസ്സിൽ വിചാരിച്ച് വിഷമിക്കേണ്ട എന്ന് പറയാം. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ ഞെട്ടി സങ്കടപ്പെട്ടിരിക്കുവാണ്. പ്രകാശ് ചോദിക്കുക സ്വാമി മോളുടെ അമ്മ മരിച്ച് 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോൾ അമ്പലത്തിൽ കയറുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗുരുസ്വാമി പറയുക അല്ല അങ്ങനെ കുഴപ്പമില്ലെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ പിന്നെ പ്രകാശൻ മാല ഇട്ടത്, പിന്നെ അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, നമ്മൾ പണ്ടൊന്നും പോകാറില്ലായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ പോകാറുണ്ട്, കാരണം അസ്ഥി ഒഴുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, അയ്യപ്പൻ എന്തായിത്താ ഉള്ളതെന്ന് പറയുവാണേ. ഗുരുസ്വാമി പറയണ ഭക്തൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകൾ അറിയാവുന്നവനാണ് കലിയുഗ വരുന്നത്, അതുകൊണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചങ്ങ് പോയാൽ മതി, ഒരു കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് പോയിട്ട് ഭഗവാനെ കണ്ട് തിരിച്ചു വരാമെന്ന് പറയുവാണ്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രകാശൻ ഓർക്കാനുണ്ട്. വിക്രമമായിട്ട് മലയ്ക്ക് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുക, അന്ന് ലക്ഷ്മിയും അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്ന കാര്യമൊക്കെ ചിന്തിക്കുവാണ്. പ്രകാശൻ ചിന്തിക്കുകയാണ് കേട്ടോ. പണ്ട് മലയ്ക്ക് പോയ സമയത്ത് വിക്രമമായിട്ട് പോയ സമയത്ത് പിന്നെ കെട്ടെടുത്ത് പുറത്തിറക്കി തേങ്ങ ഉടക്കിച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കല്യാണിയെ കാണുന്നത് അങ്ങനെ കല്യാണി എന്ന് പറയുന്ന ഒരു ശകുനാണെന്നുള്ള ഇതിൽ അത് മുത്തശ്ശിയാണെങ്കിലും ദീപയോടൊപ്പം പറയുകയും ചെയ്തു. ആ ശകുനം വന്ന് നിൽക്കൂടി നിൻ്റെ മോള് പാൽ കൊടുക്കാൻ പോയിട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താ പറയുക കല്യാണിയുടെ അത്രയും വെറുപ്പുണ്ടായിരുന്നൊരവസ്ഥയൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ പ്രകാശൻ. അങ്ങനെ ദേഷ്യപ്പെട്ട് മലയ്ക്ക് പോകും. മലയ്ക്ക് പോയതിന് ശേഷം പ്രകാശൻ്റെ അമ്മ കല്യാണം ഉപദ്രവിക്കുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ പലപ്പോഴും കണക്റ്റഡായിട്ട് പ്രകാശിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.